വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമിസ്റ്റർ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസിൽ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി? സ്പെസിഫിക് ബൈൻഡിങ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള സ്പെസിഫിക് ബൈൻഡിങ് ഇൻട്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് നടക്കുന്ന ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ക്രോമാറ്റോഗ്രഫി എന്തിനു വേണ്ടിയിട്ടാണ്? മിക്സ്ചേഴ്സിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ എന്താണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി എന്ന് നോക്കി. ഇനി അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത് ഒരു ബയോമോളിക്യൂളും അതിൻ്റെ കോംപ്ലിമെൻ്ററി ബൈൻഡിങ് പാർട്ട്ണർ ആയിട്ടുള്ള ലിഗാൻഡും, അതായത് ബയോമോളിക്യൂളും ലിഗാൻഡും തമ്മിലുള്ള സ്പെസിഫിക് ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. ഈ ലിഗാൻഡ് ഒരു സോളിഡ് സപ്പോർട്ടിൽ ഇമ്മൊബിലൈസ് ചെയ്തിട്ടാണ് കാണുന്നത്. ടാർഗറ്റ് മോളിക്യൂള് ലിഗാൻഡിലോട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്, കാരണം അതിൻ്റെ സ്ട്രക്ചറൽ സ്പെസിഫിസിറ്റിയും ഹൈ എഫിനിറ്റി ആണ്. ലോക്ക് ആൻഡ് കീ മോഡലിലാണ് ടാർഗറ്റ് മോളിക്യൂള് ലിഗാൻഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. എന്നാൽ നോൺ ടാർഗറ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യില്ല? ബൈൻഡ് ചെയ്യില്ല. അത് വാഷ്ഡ് അവേ ആവുകയാണ്, അതായത് വാഷ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സും ലിഗാൻഡും തമ്മിൽ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡ് ആവുന്നുണ്ട്. ഈ ഒരു ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡും സാമ്പിളും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡ് സാമ്പിൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇമ്പ്യൂരിറ്റീസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോംപ്ലക്സ് നിന്ന് പിന്നീട് പ്യൂരിഫൈ ചെയ്യാണ് സാമ്പിളിന് ചെയ്യുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. പ്രിൻസിപ്പിൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ സെയിം കാര്യം തന്നെയാണ്. അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ആൻഡ് സെലക്റ്റീവ് ക്രോമാറ്റോഗ്രഫിക് ടെക്നിക്കാണ് സ്പെസിഫിക് മോളിക്യൂൾസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓൾറെഡി പറഞ്ഞു. എക്സാമ്പിളാണ് എൻസൈം സബ്സ്ട്രേറ്റും എൻസൈം റിസപ്റ്റർ ഡിക്കാൻഡ് ആൻറ്റീജൻ ആൻറ്റിബോഡി. ഈ ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. അതിന് ബൗണ്ട് ടാർഗറ്റ് മോളിക്യൂളിനെ പിന്നീട് വേണമെങ്കിൽ എലൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ പ്രോസസ്സിൽ ഒരു സ്റ്റേഷനറി ഫേസും ഉണ്ട്, മൊബൈൽ ഫേസും ഉണ്ട്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ടിങ് മോളിക്യൂളാണ്. അത് സോളിഡ് സപ്പോർട്ടിലോട്ടോ മെട്രിക്സിലോട്ടോ ഇമ്മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടാർഗറ്റ് മോളിക്യൂൾ കണ്ടെയ്ൻ ചെയ്യുന്ന മിക്സ്ചറാണ്. അതാണ് കോളത്തിലൂടെ പാസ് ചെയ്യുന്നത്. ആ ടാർഗറ്റ് മോളിക്യൂളാണ് ലിഗാൻഡിനെ പോയിട്ട് സ്പെസിഫിക്കലി ബൈൻഡ് ചെയ്ത് അതർ മോളിക്യൂൾസ് വാഷ്ഡ് അവേ ആവുന്നുണ്ട്. ഇപ്പോൾ മെനി കൊമേഴ്ഷ്യൽ അഫിനിറ്റി ലിഗാൻഡ്സ് ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ ആണ്. അത് റെഡി ടു യൂസ് മെട്രിക്സിനോട് കപ്പിൾ ചെയ്തിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സെലക്ടിവിറ്റി, ഹൈ പ്യൂരിറ്റി, ഹൈ എഫിഷ്യൻസി ഇൻ പ്യൂരിഫിക്കേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി പ്രൊസീജിയർ എന്താണ്? പ്രൊസീജിയറിൽ പറയുന്നതും ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരു മിക്സ്ചർ ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷനെ അഫിനിറ്റി കോളത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ബയോമോളിക്യൂൾ മാത്രം ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡിനെ ബൈൻഡ് ചെയ്യും. അതർ മോളിക്യൂൾസ് ബൈൻഡ് ആവാതെ വാഷ് ഔട്ട് ആവുന്നുണ്ട്. ആ ബൗണ്ട് ചെയ്ത മോളിക്യൂളിനെ പിന്നീട് ഒരു സ്പെസിഫിക് സൊല്യൂഷൻ യൂസ് ചെയ്ത് എലൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. എക്സാമ്പിളാണ് എൻസൈം ഇൻഹിബിറ്റർ ബൈൻഡിങ്, ആൻറ്റീജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ, ഹോർമോൺ റിസപ്റ്റർ ഇൻട്രാക്ഷൻ. ആപ്ലിക്കേഷൻസ് ആണ് എൻസൈംസിൻ്റെയും ആൻറ്റിബോഡി, ഹോർമോൺ, ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ഒക്കെ പ്യൂരിഫിക്കേഷൻ, സ്പെസിഫിക് പ്രോട്ടീൻസിനെ കോംപ്ലക്സ് മിക്സ്ചേഴ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക, ബയോമോളിക്കുലർ ഇൻട്രാക്ഷൻസിൻ്റെ സ്റ്റഡി. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള വരുന്ന ആപ്ലിക്കേഷൻസ്. അടുത്തത് ടൈപ്സ് ഓഫ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ആണ്. അഫിനിറ്റി ക്രോമാറ്റോഗ്രഫീനെ 5 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ലെക്റ്റിൻ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. ഇത് ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, പോളിസാക്രൈഡ്സിൻ്റെ ഒക്കെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ലെക്റ്റിൻ അതായത് കാർബോഹൈഡ്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ് ലെക്റ്റിൻ. ഈ ലെക്റ്റിൻ ആണ് ഇമ്മൊബിലൈസ് ചെയ്തിരിക്കുന്നത് സ്റ്റേഷനറി ഫേസിലോട്ട്. സ്പെസിഫിക് ഷുഗർ റെസിഡ്യൂസ് ഉള്ള മോളിക്യൂൾസ് ലെക്റ്റിനോട് ബൈൻഡ് ചെയ്യുന്നുണ്ട് സ്ട്രോങ്ലി. കോമൺലി യൂസ് ചെയ്യുന്നത് സെൽ സർഫസ് കാർബോഹൈഡ്രേറ്റ്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതാണ് ഇമ്മ്യൂണോ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. ആൻറ്റീജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ആൻറ്റിബോഡിയാണ് സോളിഡ് മെട്രിക്സിൽ ഇമ്മൊബിലൈസ് ചെയ്യുന്നത്. ഹൈലി സ്പെസിഫിക് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ, ഹോർമോൺ, ഡ്രഗ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഭയങ്കര സെൻസിറ്റീവാണ്. വെരി സ്മോൾ എമൗണ്ട് ഓഫ് സൺലൈറ്റിനെ വരെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് മെറ്റൽ സെലീറ്റ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ആണ്. ഇവിടെ സ്റ്റേഷനറി ഫേസിൽ ഇമ്മൊബിലൈസ്ഡ് മെറ്റൽ അയോൺസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന മോളിക്യൂൾസ് ഈ മെറ്റൽസിലോട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. റീകോമ്പിനന്റ് പ്രോട്ടീൻ വിത്ത് ഹിസ് ടാഗ് അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ സെലീറ്റ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുക.
ഡൈ ലിഗാൻഡ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി സിന്തറ്റിക് ഡൈ ആണ് ലിഗാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഡൈ നാച്ചുറൽ കോഫാക്ടേഴ്സ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്സ് ഓഫ് എൻസൈമിനെ മിമിക് ചെയ്യുന്നുണ്ട്. എൻസൈംസിൻ്റെ ആൽബുമിൻ ഡീഹൈഡ്രോജനേസിൻ്റെ ഒക്കെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇമ്മ്യൂണോ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെരി ചീപ്പറാണ്. അടുത്തത് കോവാലന്റ് ക്രോമാറ്റോഗ്രഫി ആണ്. ഇവിടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാണ് ബിറ്റ്വീൻ എ ലിഗാൻഡ് ആൻഡ് ടാർഗറ്റ് മോളിക്യൂൾ. ഈ ബോണ്ട് ഫോർമേഷൻ സ്പെസിഫിക് ആണ്, സ്ട്രോങ് ആണ്, പക്ഷേ റിവേഴ്സിബിൾ ആണ്. സ്പെഷ്യൽ കണ്ടീഷൻസിൽ റിവേഴ്സിബിൾ ആക്കാൻ സാധിക്കും. എക്സാമ്പിൾ ആണ് പ്രോട്ടീൻ ബൈൻഡിങ്ങിൽ തയോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ടു ആക്ടിവേറ്റഡ് തയോൾ ഗ്രൂപ്പ്സ് ഓൺ മെട്രിക്സ്. അതായത് പ്രോട്ടീൻ ബൈൻഡിങ്ങിലുള്ള തയോൾ ഗ്രൂപ്പ്സ് ടു ആക്ടിവേറ്റഡ് തയോൾ ഗ്രൂപ്പ്സ് ഓൺ മെട്രിക്സ്. ഇത് എൻസൈംസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയൊക്കെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെക്റ്റിൻ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി, ഇമ്മ്യൂണോ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി, മെറ്റൽ സെലൈറ്റ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി, ഡൈ ലിഗാൻഡ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി, കോവാലന്റ് ക്രോമാറ്റോഗ്രഫി. അടുത്തത് ക്രോമാറ്റോഗ്രഫിക് മീഡിയ ഇൻ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. ഫസ്റ്റ് വൺ ആണ് മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രിക്സ് ഒരു സപ്പോർട്ട് മെറ്റീരിയൽ ആണ്, ബീഡ് ഫോമിലാണ് കാണാം. അവിടെയാണ് ലിഗാൻഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു ഗുഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സോൾവെൻസിലും അതിൽ യൂസ് ചെയ്യുന്ന ബഫേഴ്സിലൊക്കെ ഇൻസോലുബിൾ ആയിരിക്കണം, കെമിക്കലിയും മെക്കാനിക്കലിയും സ്റ്റേബിൾ ആയിരിക്കണം. ലിഗാൻഡിലോട്ടോ അല്ലെങ്കിൽ സ്പേസർ ആമിലോട്ടോ ഈസി കപ്ലിംഗ് അത് അലൗ ചെയ്യണം. ഗുഡ് ഫ്ലോ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ലാർജ് സർഫസ് ഏരിയ ഉണ്ടാവണം ലിഗാൻഡ് അട്രാക്ഷന് വേണ്ടിയിട്ട്. അടുത്തത് ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡ് ആണ്. ഈ ലിഗാൻഡ് നമ്മൾ മോളിക്യൂൾ ടു ബി പ്യൂരിഫൈ ചെയ്യേണ്ട മോളിക്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലിഗാൻഡ് ചൂസ് ചെയ്യുക. ഹോർമോൺ റിസപ്റ്റർ പ്രോട്ടീൻ ആണെങ്കിൽ ഹോർമോൺ ആണ് ലിഗാൻഡായിട്ട് യൂസ് ചെയ്യുക. ആൻറ്റിബോഡി ഐസൊലേഷന് ആൻറ്റീജൻ ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാപ്റ്റൻ ആണ് ലിഗാൻഡായിട്ട് യൂസ് ചെയ്യുക. എൻസൈം പ്യൂരിഫിക്കേഷന് സബ്സ്ട്രേറ്റ് അനലോഗ്, ഇൻഹിബിറ്റർ, കോഫാക്ടർ, എഫക്ടർ ഒക്കെയാണ് ലിഗാൻഡായിട്ട് യൂസ് ചെയ്യുക. അറ്റാച്ച്മെൻറ്റ് ഓഫ് ലിഗാൻഡ് ടു മെട്രിക്സ്. ലിഗാൻഡ്സ് മെട്രിക്സിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് കോവാലന്റ് ബോണ്ട് വഴിയാണ്. 2 സ്റ്റെപ്പാണ്. ഒന്ന് മെട്രിക്സിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുക, 2 ലിഗാൻഡിനെ ആ ഒരു മെട്രിക്സിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിലോട്ട് കപ്പിൾ ചെയ്യുക. വൈഡ് റേഞ്ച് ആക്ടിവേറ്റഡ് ജെൽസ് ഒക്കെ ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. സ്പെസിഫിസിറ്റി ഇൻ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. സ്പെസിഫിസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് മെട്രിക്സ്, സ്പേസർ ആം, ലിഗാൻഡ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് സർഫസ് പ്രൊവൈഡ് ചെയ്യും. സ്പേസർ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്കുലർ ബ്രിഡ്ജാണ്. അത് എന്ത് ചെയ്യും? ലിഗാൻഡിനെ മെട്രിക്സിലോട്ട് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആക്സസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് മോളിക്യൂളിനോട് റിവേഴ്സിബിളി ബൈൻഡ് ചെയ്യുന്ന മോളിക്യൂളാണ് ലിഗാൻഡ്. ഈ ലിഗാൻഡ് ടാർഗറ്റ് പെയറിന് കോമൺ എക്സാമ്പിൾ ആണ് ആൻറ്റിജൻ ആൻറ്റിബോഡി, ആൻറ്റിബോഡി ആൻറ്റിജൻ, സബ്സ്ട്രേറ്റ് എൻസൈം, DNA ഹാപ്റ്റൺ എന്നൊക്കെ പറയുന്നത്. യൂസസ് ഓഫ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് സബ്സ്റ്റൻസിനെ ഒരു കോംപ്ലക്സ് മിക്സ്ചറിന്ന് പ്യൂരിഫൈ ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അൺവാണ്ടഡ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മിക്സ്ചറിലുള്ള പെർട്ടിക്കുലർ സബ്സ്റ്റൻസിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇൻട്രാക്ഷൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ, അതായത് ബയോളജിക്കൽ കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ദാറ്റ് ബൈൻഡ്സ് ടു സ്പെസിഫിക് സബ്സ്റ്റൻസ്. എൻസൈം പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അഫിനിറ്റി ക്രോമാറ്റോഗ്രഫീൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്, ഹൈ സോൾവെൻറ്റ് കൺസംഷൻ ഉണ്ടാവും, പിന്നെ കെയർഫുൾ ഹാൻഡ്ലിങ്ങും സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. നോൺ സ്പെസിഫിക് അഡ്സോപ്ഷനാണ് നടക്കുക. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുക, കുറയ്ക്കാൻ സാധിക്കും. കോസ്റ്റ്ലി റിയേജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇഫ് പ്രോപ്പറായിട്ട് നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. അടുത്തത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതിന് ഹൈലി സ്പെസിഫിക് ആയിരിക്കും, സിംഗിൾ സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ ആണ് നടക്കുക, റീയൂസ് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, ഹൈ ഈൽഡ് പ്രൊവൈഡ് ചെയ്യും, സെലക്റ്റീവ് കണ്ടാമിനൻറ്റ് റിമൂവലും അതിന് സാധിക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹൈ കോസ്റ്റ് ആയിരിക്കും, ലിഗാൻഡ് ലീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, മെട്രിക്സ് ഡീഗ്രഡേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ലിമിറ്റഡ് ലൈഫ് ടൈം ആണ്, നോൺ സ്പെസിഫിക് അഡ്സോപ്ഷൻ ആണ് അവിടെ നടക്കുക, ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിനൊന്നും സ്യൂട്ടബിൾ അല്ല. ഇതാണ് മെയിനായിട്ട് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫീൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അടുത്തത് ആപ്ലിക്കേഷൻസ് ആണ്. ബയോമോളിക്യൂൾസിൻ്റെ, അതായത് പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, ആൻറ്റിബോഡി, എൻസൈംസിൻ്റെ ഒക്കെ ഐസൊലേഷനും പ്യൂരിഫിക്കേഷനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബൈൻഡിങ്ങിന് പറ്റിയിട്ടുള്ള സ്റ്റഡീസിന് യൂസ് ചെയ്യും. സ്പെസിഫിക് സബ്സ്റ്റൻസസിനെ റിഡ്യൂസ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യും. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ന്യൂക്ലിക് ആസിഡ് പ്യൂരിഫിക്കേഷൻ, റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ പ്രൊഡക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാക്സിൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻറ്റിബോഡി പ്യൂരിഫിക്കേഷൻ, ബേസിക് റിസർച്ച്,
പ്രോട്ടീൻ എൻസൈം പ്യൂരിഫിക്കേഷനൊക്കെ ഇത് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫീൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. എന്താണ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും വരയ്ക്കേണ്ടതാണ് ഈ ഒരു ഫിഗർ. പിന്നെ പ്രൊസീജിയർ പറഞ്ഞു. അതിനുശേഷം ടൈപ്സ്: ലെക്റ്റിൻ അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, ഇമ്മ്യൂണോ അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, മെറ്റൽ ചെലേറ്റ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, ഡൈ ലിഗാൻഡ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, കോവാലൻ ക്രൊമാറ്റോഗ്രഫി. പിന്നെ ക്രൊമാറ്റോഗ്രഫിക് മീഡിയ ഇൻ അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി നമ്മൾ ഡിസ്കസ് ചെയ്തു. യൂസസും ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്. ഇത്രയുമാണ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫീൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയാണ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.